നിക്കാഹ്, കല്യാണം, സൽക്കാരം തുടങ്ങിയ ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ അഭിരുചിക്കനുസൃതമായ ഭക്ഷണം ഉത്തരവാദിത്തത്തോടെ മിതമായ നിരക്കിൽ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു. മന്തി വേൾഡ്, ദ അറബിക് കുസീൻ, വലിയ പള്ളി ജുമാ മസ്ജിദിന് എതിർവശം, നിലമ്പൂർ റോഡ്, കരുളായി, പള്ളിപ്പടി. കരുളായി ഗ്രാമപഞ്ചായത്ത് LDF കമ്മിറ്റി പ്രകടന പത്രിക പുറത്തിറക്കി. LDF അധികാരത്തിലെത്തിയാൽ 11 മേഖലകളിലായി നടപ്പാക്കാൻ പോകുന്ന 80ഓളം പദ്ധതികളാണ് പ്രകടന പത്രികയിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം ചെയ്യുന്നത്. കരുളായിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് പത്രിക പ്രകാശനം നടത്തിയത്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ കരുളായി പഞ്ചായത്തിലെ UDF ഭരണം വൻ പരാജയമായിരുന്നുവെന്നും 5 വർഷത്തെ വികസന മുരടിപ്പ് അവസാനിപ്പിക്കാനുതകുന്ന തരത്തിലുള്ള വികസന പദ്ധതികളാണ് LDF വികസന പത്രികയിലൂടെ മുന്നോട്ട് വെക്കുന്നതെന്നും തങ്ങൾ അധികാരത്തിലെത്തിയാൽ 5 വർഷം കൊണ്ട് പത്രികയിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ പദ്ധതികളും നടപ്പിലാക്കുമെന്നും നേതൃത്വം പറഞ്ഞു. ഈ വരുന്ന 11-ാം തീയതി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രിക, അതിലെ വാഗ്ദാനങ്ങൾ വിശദമായി വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യോഗം വിളിച്ചു വിട്ടിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം അക്ഷരാർത്ഥത്തിൽ ഈ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വികസനങ്ങൾക്കും മൊറട്ടോറിയം പ്രഖ്യാപിച്ച 5 വർഷമായി. അതിൽ നിന്നും വളരെ വിഭിന്നമായി സമഗ്ര മേഖലയെ സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടന പത്രികയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്നത്. 2015-20 കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ 95% കാര്യങ്ങളും നടപ്പാക്കിയതിനു ശേഷമാണ് ഇറങ്ങിപ്പോകുന്നത്. അതേപോലെ തന്നെ നടപ്പാക്കാൻ കഴിയുന്ന, പ്രായോഗികമായിട്ട് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ ആ വികസന മുരടിപ്പ് അക്ഷരാർത്ഥത്തിൽ കേരളയിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 5 വർഷമാണ്. ആ 5 വർഷം തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു ഭഗീരഥ പ്രയത്നം തന്നെ LDF നടത്തുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കുന്നതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്നതോടൊപ്പം തന്നെ ഒരു ജനാധിപത്യ ജനകീയപക്ഷ വികസന പരിപ്രേക്ഷ്യമാണ് നിങ്ങളുടെ മുൻപാകെ ഈ പ്രകടനം. കാർഷിക മേഖലയിലെ മുടങ്ങിക്കിടക്കുന്ന ജലസേചന പദ്ധതികൾ, ആധുനിക കാർഷിക യന്ത്ര പരിശീലനം, കൃഷി വ്യാപനം, വന്യമൃഗശല്യം തടയാനുള്ള പദ്ധതികൾ, പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത, ക്ഷീരമേഖലയിലെ സമ്പൂർണ്ണ വികസനം, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റ്, കൂടുതൽ ആളുകളെ കൃഷിയിലേക്ക് അടുപ്പിക്കാനായി സഹായ പദ്ധതികൾ, ചെറുകിട തൊഴിൽ യൂണിറ്റ് വ്യാപിപ്പിക്കുക, കുടിൽ വ്യവസായം പ്രോത്സാഹനം, കരുളായിയെ ടൂറിസം ഗ്രാമമാക്കുക, ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ബഡ്സ് സ്കൂൾ നിർമ്മാണം ഉൾപ്പെടെ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി പദ്ധതികൾ, ഹോമിയോ ആയുർവേദ ആശുപത്രിക്ക് സ്ഥലം കണ്ടെത്തി കെട്ടിട നിർമ്മാണം, കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ 8ഓളം വികസന പദ്ധതികൾ, ശുദ്ധീകരിച്ച കുടിവെള്ളം എല്ലാവർക്കും ലഭ്യമാക്കുക, ജൽജീവൻ മിഷനായി സ്ഥലം ഏറ്റെടുപ്പ്, പഞ്ചായത്തിൽ ഗ്യാസ് ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമാക്കുന്നതിനും നിലാവ് പദ്ധതി ആരംഭിക്കുന്നതിനും, മുഴുവൻ റോഡുകൾ നന്നാക്കുന്നതിനടക്കമുള്ള പദ്ധതികൾ, നെടുങ്കയത്തേക്ക് KSRTC സർവീസ്, PSC പഠന ക്ലാസുകൾ ഉൾപ്പെടെ ആദിവാസി ഉന്നതികളുടെ സമഗ്ര വികസനം, പഞ്ചായത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ കളിമൈതാനങ്ങളുടെ നിർമ്മാണം, കായിക പ്രതിഭകളെ വാർത്തെടുക്കുവാൻ ക്യാമ്പുകൾ, പകൽ വീട് പ്രവർത്തന സജ്ജമാക്കൽ, ടേക്ക് എ ബ്രേക്ക് തുടങ്ങി വയോജന സൗഹൃദ പഞ്ചായത്താക്കി മാറ്റൽ ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് വികസന പത്രികയിലുള്ളത്. പത്രിക പ്രകാശന ചടങ്ങിൽ LDF കൺവീനർ ഹാരിസ് പനോരൻ, CP സഫർ അലി, KP അലി അക്ബർ, രവീന്ദ്രൻ വെള്ളോട്ട്, J രാധാകൃഷ്ണൻ, P ബാലകൃഷ്ണൻ, V വേലായുധൻ, ഫിറോസ് ബാബു ചെമ്പാല തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കരുളായി. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.